നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ആത്മീയത എന്നുള്ളൊരു വിഷയത്തെ സംബന്ധിച്ചായിരുന്നു. ട്രൂ സ്പിരിച്വാലിറ്റി എന്നുള്ളൊരു വിഷയത്തെ സംബന്ധിച്ചായിരുന്നു. ഇന്ന് എന്താണ് ആത്മീയത എന്നുള്ളതിന് നമ്മൾ ഓരോ ദിവസവും എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ആത്മീയത എന്താണെന്ന് അറിയാത്തത്? ആത്മീയത എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവം ഓരോ ദിവസവും അവർക്ക് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യ മനസ്സ് മനുഷ്യനിലുള്ളത് പറഞ്ഞു തരുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ ആരായിരുന്നു, അത് നമുക്ക് ദൈവത്തെ പറ്റി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പലപ്പോഴും ആത്മീയത എന്തെന്നുള്ളൊരു കാഴ്ചപ്പാട് പലപ്പോഴും വരുന്നുള്ളൂ. ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആത്മാവിൽ എങ്ങനെ ജീവിക്കും ഒരു വ്യക്തി? ആത്മാവിൽ ജീവിക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, കൊരിന്ത്യ സഭയിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഒട്ടും സ്പിരിച്വൽ അല്ല, നിങ്ങൾ ജഡീകന്മാരാകും, നിങ്ങൾ ജഡീകന്മാരോട് എന്ന പോലെ ഞാൻ പറയുന്നു പറയുന്നു. അതുപോലെ തന്നെ ഗലാത്യ ലേഖനത്തിൽ നോക്കുമ്പോഴും അവിടെ പൗലോസ് പറയുന്നുണ്ട്, ഗലാത്യ ലേഖനം 4:19 ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം ഞാൻ പ്രസവവേദന അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഒരാളിൽ ക്രിസ്തു ജീവിക്കുന്നില്ല എങ്കിൽ എങ്ങനെ ഒരാൾ സ്പിരിച്വൽ ആകും? അപ്പോൾ ആദ്യമേ ഒരാൾക്ക് വേണ്ട പ്രൈമറി നീഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനമാണ്, റീജനറേഷൻ ആണ്. അത് വീണ്ടും ജനനം ഒരാളിൽ നടക്കുക എന്നുള്ളതാണ് ഒരു ആത്മീയത തുടക്കം എന്ന് പറഞ്ഞാൽ. ആത്മീയതയുടെ ഫസ്റ്റ് സ്റ്റേജ് ഒരാളിൽ വീണ്ടും ജനനം നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീണ്ടും ജനനത്തിനകത്ത് ഇപ്പൊ ഈ നമ്മളിൽ ആദ്യമേ നടക്കേണ്ടത് വീണ്ടും ജനനമാണെന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ തന്നെയും നമുക്കൊരു കോൺട്രിബ്യൂഷൻ ഇല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്താലോ, നമ്മൾ എന്തെങ്കിലും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ, നമ്മൾ വിശ്വസിച്ചത് കൊണ്ടോ അല്ല നമ്മൾ വീണ്ടും ജനിക്കുന്നത്. കാരണം നമ്മൾ വിശ്വസിച്ചുകൊണ്ടല്ല നമ്മൾ വീണ്ടും ജനിക്കുന്നതെന്ന് പറയാൻ കാരണം, നമ്മുടെ വിശ്വാസം അതൊരു എപ്പോഴും എന്റെ ജഡത്തിൽ നിന്ന് വരുന്നൊരു വിശ്വാസമാണ്. അതൊരു അതിവിശുദ്ധ വിശ്വാസം. നമ്മൾ ഇതിനെപ്പറ്റി നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഹോളി ഫെയ്ത്തിനെ പറ്റി നമ്മൾ പറഞ്ഞ, ദൈവം നമുക്ക് നൽകുന്ന ആ രക്ഷാകരമായ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നതെന്നും സേവിങ് ഫെയ്ത്ത് നമ്മളിൽ ഉണ്ടാക്കുന്നതെന്നും ഒരു പ്രോഗ്രസ് ഉണ്ടാക്കുന്നതെന്നും എല്ലാം നമ്മൾ പറഞ്ഞതാണ്. ലൈഫിൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ആത്മീയ ജീവിതം നമുക്ക് കൊണ്ടുവരുന്നത് അതാണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആത്മീയ ജനനം നടക്കാത്ത ഒരു വ്യക്തിക്ക് ഈ ആത്മീയതയിലേക്ക് കടക്കുവാൻ കഴിയുകയില്ല. ഇന്ന് പലപ്പോഴും ആൾക്കാർ വളരെ സങ്കീർണതയിലേക്ക് പോകാൻ കാരണം, ആദ്യമേ അവർക്ക് യഥാർത്ഥമായ ഒരു ആത്മീയത നടക്കണമെങ്കിൽ യഥാർത്ഥമായ ഒരു വീണ്ടും ജനനം അവർക്ക് നടക്കണം. ഇത് അവരവരുടെ പ്രവൃത്തികൾ കൊണ്ട് നടത്തിയിരിക്കുന്ന വീണ്ടും ജനനവും ആത്മാവിനെ പ്രാപിക്കലുമാണ്. ഏതൊക്കെയോ ആത്മാവിനെ അവരവർ പ്രാപിക്കുന്നുണ്ട്, പാസ്റ്റർമാർ കൊടുത്തതും പ്രാർത്ഥിച്ച് വാങ്ങിച്ചതും. അങ്ങനെ പ്രാർത്ഥിച്ചൊന്നും ആത്മാവിനെ വാങ്ങിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമുക്ക് അപ്പോസ്തല പ്രവർത്തിക്കാത്ത ഒരു ആത്മാവിന് വേണ്ടി കാത്തിരുന്നു. ആ ആത്മാവിന് വേണ്ടി അവർ കാത്തിരുന്നു. ഒരിക്കലായ ആത്മാവ് ഇറങ്ങി വന്നു. ഇപ്പോൾ ആത്മാവ് ഇവിടെ ഉണ്ട്. പുത്രൻ പിതാവ് ആഗ്രഹിക്കുന്നിടത്തല്ല ഈ ആത്മാവ് അവരുടെ ഹൃദയങ്ങളിലേക്ക് പിതാവിന്റെ ഇച്ഛ അനുസരിച്ചാണ് ചെല്ലുന്നത്. അല്ലാതെ എന്റെ ഇഷ്ടത്തിനല്ല ഒരാൾ വീണ്ടും ജനിക്കുന്നത്. ദൈവമാണ് തീരുമാനിക്കുന്നത് ഒരാള് വീണ്ടും ജനിക്കണം എന്നുള്ളത്. ദൈവമാണ് അവരുടെ ഹൃദയത്തെ വചനത്തിന്റെ കേൾവിയാൽ തുറക്കുന്നത്. ഇപ്പോൾ സുവിശേഷം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തെ തുറക്കുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവമാണ് തീരുമാനിക്കുന്നത് ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്ന കാര്യത്തിൽ. അപ്പൊ മനുഷ്യനകത്ത് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. മാത്രമല്ല, മനുഷ്യൻ എടുത്ത ഇടപെടലുകളെല്ലാം അവനെ യഥാർത്ഥമായ ഒരു വീണ്ടും ജനനം ജനിപ്പിക്കാതെ ഇന്ന് ശുശ്രൂഷയിലും ആരാധനയിലും ഒക്കെ ഇങ്ങനെ നയിച്ച് കാലാകാലങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അവൻ പോലും അറിയുന്നില്ല അവൻ യഥാർത്ഥ ഒരു ആത്മീയത ഉണ്ട് എന്ന്, അല്ല ഇല്ല എന്ന് അവൻ പോലും അറിയത്തില്ല. ആ വ്യക്തി പോലും അറിയത്തില്ല വീണ്ടും ജനനം നടന്നിട്ടില്ല എന്ന്. ഇപ്പോൾ അങ്ങനൊരു സംശയത്തിന്റെ നിഴല് പോലും ഇല്ലാതെ ഉള്ള പ്രാർത്ഥനയിലും സുവിശേഷം പറയുന്നതിനകത്തൊക്കെ എരിവ് കൊണ്ട് അങ്ങ് നടക്കുകയാണ്. ഇപ്പോൾ സുവിശേഷം പറയുന്നുണ്ടോണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ വീണ്ടും ജനനം നടന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അന്യഭാഷ പറഞ്ഞുകൊണ്ട് പറയാൻ കഴിയത്തില്ല. നന്നായി വചനത്തിന്റെ പരിജ്ഞാനം, കാരണം നന്നായി വചനം അറിയാവുന്ന ഒരാള് ഏദൻ തോട്ടത്തിൽ വന്ന് അവരെ തെറ്റിച്ചിട്ട് പോയാൽ നമുക്കറിയാം. പിശാചിന് നന്നായി വചനം അറിയാം. വചനത്തിന്റെ മർമ്മങ്ങളെ വേണമെങ്കിലും പറയും. സാത്താൻ പോലും വെളിച്ചദൂതനെ പോലെ വരുമെന്ന് പറയും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എക്സാക്ട്ലി ഒരേപോലെ ഇരിക്കും. ചില ചൈന ഫോണുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ഫോണാണെന്നേ പറയത്തുള്ളൂ. പുറമെ ഒരേപോലെ ഇരിക്കും, പക്ഷെ രണ്ടും ഫങ്ഷൻ ചെയ്തു വരുമ്പോൾ വ്യത്യസ്ത രീതിയിലാണ് പോകുന്നത്.
പുറമെ എല്ലാം കോൾ ചെയ്യാനും എല്ലാം ഒരേപോലെ, പക്ഷെ രണ്ടിടത്തുനിന്നാ വന്നത്. ഒന്ന് സ്വയമേ ഉണ്ടായി വന്നു, മനുഷ്യൻ ഉണ്ടാക്കിയത്. ഏതാ? നമ്മുടെ ആത്മീയത. മനുഷ്യൻ ഉണ്ടാക്കിയത്. മറ്റേത് ദൈവം ഗിഫ്റ്റായി നൽകുന്നത്. രണ്ടും രണ്ടാ. നമ്മുടെ എഫേർട്ടിൽ നിന്നുണ്ടായത്, നമ്മൾ പ്രാർത്ഥിച്ച് നേടി ഉപവസിച്ചൊക്കെ നേടിയ ആത്മാവിനാലുള്ള ജീവിതം, അത് ദൈവത്തിനെതിരാണ്, അത് ആത്മീയതയല്ല, അത് ഫോൾസ് ആണ്. മറ്റേത് ദൈവം ഗിഫ്റ്റായി നൽകുന്നത്. രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് കാണാൻ കഴിയും. 1:12-13 പറയുന്നു. ബാക്കിയൊന്ന് വായിക്കാവോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഇനി താഴെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അവർ രക്തത്തിൽ നിന്നല്ല അവർ ജനിച്ചത്, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ ആരുടെയെങ്കിലും ഇഷ്ടത്താലാണോ? ആ വ്യക്തിയുടെ ഇഷ്ടത്താൽ പോലും അല്ല ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ് പൂർണ്ണമായും. അവന് ഇഷ്ടമുള്ളവരെയാണ് വീണ്ടും ജനിപ്പിക്കുന്നത്. അപ്പോൾ ആ വീണ്ടും ജനനത്തിനകത്തും ഒന്നും, ഇനി ഒരു കാര്യം ഞാൻ പറയും, വീണ്ടും ജനനത്തിനകത്ത് മാത്രമല്ല, ഇനി നിങ്ങളുടെ സ്പിരിച്വൽ വളർച്ചയുടെ പ്രോഗ്രസിനകത്ത് എന്തേലും നമ്മുടെ എഫേർട്ട് ഉണ്ടോ? നമ്മുടെ എഫേർട്ട്, വിശ്വാസമില്ലാതെ നിങ്ങളുടെ എഫേർട്ടൊക്കെ ഒന്ന് എടുത്തു നോക്കിയേ. ഫെയ്ത്ത്, ദൈവത്തിന്റെ ആ ഹോളി ഫെയ്ത്ത് നമ്മുടെ ഉള്ളിൽ ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ആ ഫെയ്ത്തിനാലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതല്ല. വിശ്വാസത്താലുള്ള പ്രാർത്ഥനയാണ് രോഗിയെ രക്ഷിക്കുന്നതും നമുക്ക് സൗഖ്യം തരുന്നതായാലും നമ്മുടെ ആത്മീയത വളർത്തുന്നതായാലും എല്ലാം ദൈവം നൽകുന്ന ദാനത്താലാണ്. സകല വ്യാപാരങ്ങൾ പോലും നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിൽ നടത്തുന്നത്. ഇനി കൃപാവരങ്ങൾ, ദൈവം തന്ന ടൂളാണ് നമ്മൾ. ഈ കൃപാവരങ്ങളായിട്ട് ഈ ടൂളിനാലാണ് നമ്മൾ വളരുന്നത്. അപ്പം ഈ ടൂൾ ഉപയോഗിക്കുമ്പോൾ അത് ദൈവം ഗിഫ്റ്റായിട്ട് തന്ന ടൂളാണ്. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ ഒരാൾ വളരുന്നതിനകത്ത് പോലും അയാൾ വളർന്നു എന്ന് പറയാൻ ഒരിക്കലും കഴിയത്തില്ല. ദൈവം വളർത്തി എന്നേ പറയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ പലപ്പോഴും അങ്ങനെ ഒരു മനോഭാവം ഉള്ളവർക്കേ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാൻ കഴിയത്തുള്ളൂ. മറ്റുള്ളവർ ബലഹീനരായിരിക്കുമ്പോൾ അവർക്ക് ക്ഷമിക്കാൻ കഴിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വളരാൻ കഴിയുന്നില്ല എങ്കിൽ അവരോട് കരുണ കാണിക്കാൻ കഴിയത്തില്ല. കൃപയായി ലഭിച്ചവനെ മറ്റുള്ളവരോട് കൃപ കാണിക്കാൻ കഴിയത്തുള്ളൂ. കൃപയല്ല ഞാൻ നേടിയത് എന്റെ മെറിറ്റ് ആണെന്ന് പറയുന്നവർക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ കഴിയത്തില്ല, അവരോട് ക്ഷമിക്കാനും കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആത്മാവ് ഒരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഇപ്പൊ എത്ര ഇത് പറഞ്ഞാലും ഇപ്പൊ നമ്മൾ ഓർത്ത് വെക്കും, നാളെ നമ്മൾ മറന്നു പോകും. കാരണം എന്താ? ആത്മാവ് അത് ബോധ്യപ്പെടുത്തി തരണം. ഞാൻ ഇവിടെ നിന്ന് എത്ര പ്രസംഗിച്ചാലും പ്രസംഗത്തിന്റെ കേൾവി മാത്രമല്ല, ആത്മാവ് അവരുടെ ജീവനിൽ അത് ജീവനാക്കി കൊടുക്കാതെ അതൊരു വെളിപ്പെട്ട് കിട്ടത്തില്ല. അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് മാത്രമേ കാണത്തുള്ളൂ. ഒരു എക്സൈറ്റ്മെന്റ് ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും, നാളെ അതിന്റെ ചൂട് മാറും. 2 ദിവസം കഴിയുമ്പോൾ ആ പ്രസംഗം അതിന്റെ ഇതങ്ങ് മാറും. ലോകത്തിലെ എല്ലാ ആൾക്കാരും പ്രസംഗിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പ്രസംഗിക്കുമ്പോൾ അവർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ആവേശം തോന്നും. പക്ഷെ അങ്ങോട്ട് കളത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഈ ആവേശം അങ്ങ് നിന്നു പോകും. കാരണം റിയാലിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ അതങ്ങ് മാറിപ്പോകും. അതുപോലെ നമ്മളും പല കാര്യങ്ങളും കേട്ട് ലൈഫിലേക്ക്, നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, എങ്ങനെ ഏതൊക്കെ ചെയ്യണം, അവിടെ എന്ത് ചെയ്യാൻ പാടില്ല എന്നും എല്ലാം അറിയാം. പക്ഷെ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ കഴിവുകൊണ്ടൊന്നും നടക്കത്തില്ല, നമ്മുടെ ആരുടെയും കഴിവുകൊണ്ട് നടക്കത്തില്ല. ആത്മാവിനാൽ ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ ഹമ്പിൾ ആകാതെ, കർത്താവേ എനിക്ക് പറ്റുന്നില്ല, നിന്റെ കൃപയാലേ കഴിയുകയുള്ളൂ എന്ന് പറയാതെ, അങ്ങനെ ആ കൃപയാലേ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ അല്ല, നിങ്ങളുടെ കഴിവിനാൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചേനി? നമ്മൾ അധ്വാനിച്ച് വാങ്ങിച്ച് നമ്മൾ ദൈവത്തിന്റെ അടുത്തൊന്നും മഹത്വമൊന്നും പോകുന്നില്ല. കാരണം ഞാൻ മറ്റുള്ളവരോട് ഡിമാൻഡ് ചെയ്യുകയാണ്, ഞാൻ ഇങ്ങനെ ആയി നിങ്ങളും ഇങ്ങനെ ആകെ എന്ന് ഡിമാൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് സകലവും ദൈവം കൃപാദാനം മാത്രമാക്കി വെച്ചേക്കാണ്. എല്ലാം ദാനമാണ്, ദൈവത്തിന്റെ ഗിഫ്റ്റ് ആക്കിയാണ് ദൈവം വെച്ചിരിക്കുന്നത്. സ്പിരിച്വൽ വളർച്ചയ്ക്കകത്ത് എല്ലാം. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും സ്പിരിച്വാലിറ്റിയിൽ ഇത്രയും പൊയ്മുഖങ്ങൾ വന്നു എന്ന് പറഞ്ഞ ഏക കാരണം, അതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ട് ഇത്രയും പൊയ്മുഖങ്ങൾ, അതായത് ആത്മീയ കപടത നമ്മുടെ ഇടയിലൊക്കെ ഭയങ്കരമായി വ്യാപരിക്കുന്നു? അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന് വെയിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പൊ ഒരു വചനം വായിച്ചു, അത് വായിച്ച് അത് ലൈഫിലേക്ക് വരാൻ ദൈവത്തിന്റെ കൃപ ചോദിക്കാനോ, അല്ലെ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യാനോ, അല്ലെങ്കിൽ അത് ലിറ്ററലി ദൈവത്തിന്റെ നീതി തന്നെ വെളിപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ അതേ നീതി വെളിപ്പെടേണ്ടതിന് വേണ്ടി ദൈവത്തോട് വിശ്വസിച്ച് വെയിറ്റ് ചെയ്യാനോ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. നമുക്ക് എന്തും ഉടനെ വരണം,
ഉടനെ നമ്മുടെ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാവണം, ഉടനെ നമ്മൾ സ്പിരിച്വൽ ആകണം. അത് നല്ല ആഗ്രഹമാണ്. പക്ഷെ അതിനെടുക്കുന്ന നമ്മുടെ രീതിയാണ് തെറ്റ്. നമ്മൾ എന്ത് ചെയ്യും? അതിന് ജഡത്തിലൊരു പരിശ്രമം ഉണ്ടാക്കും. നമ്മൾ എല്ലാ ദിവസവും നന്നായി ഒന്ന് ഒച്ചത്തിൽ ആരാധിച്ച് ഇത് ഈ ഒരു എനർജി, ഒരു ആത്മീയ അന്തരീക്ഷം നമ്മൾ തന്നെ സൃഷ്ടിക്കാൻ ശ്രമിക്കും. ഇതിന് വലിയ ഉദാഹരണം ബൈബിളുണ്ട്. ആദ്യത്തെ ബൈബിളിലെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രഹാം ഇസഹാക്കിനെ ദൈവം ആത്മീയ വാഗ്ദത്തമാണ് എന്താണ് ഇസഹാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ വെയിറ്റ് ചെയ്യാൻ വയ്യാത്തോണ്ട് സാറയുടെ ഉപദേശം എന്ത് ചെയ്തു? എബ്രഹാം കൈക്കൊണ്ടുണ്ട് ജഡത്തിൽ ഒരെണ്ണം അങ്ങ് ജനിപ്പിച്ചു. അപ്പോൾ അത് ജഡമായിരുന്നു, ആത്മീയമല്ലായിരുന്നു. ഇതുപോലാണ് മനുഷ്യന്റെ സ്വാഭാവിക നേച്ചറാണ്. എബ്രഹാം എത്രത്തോളം വെയിറ്റ് ചെയ്തു ദൈവത്തിന്റെ പ്രവർത്തിക്കായിട്ട്. നമ്മളിൽ നീതി വരണം, അത് ലിറ്ററലി ദൈവത്തിന് തന്നെ നീതി വരണം എന്നുള്ളതാണ് നമ്മുടെ ആവേശം വരേണ്ടത്. പൗലോസ് എന്താ പറഞ്ഞേ? എന്റെ നീതി ഒട്ടും ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്നാ പറഞ്ഞത്. ഫിലിപ്പിയ ലേഖനം ഇങ്ങനെ പറയുന്നു, ന്യായപ്രമാണത്താലുള്ള നീതി അല്ല, ദൈവം വിശ്വസിക്കുന്നവർക്ക് ദാനമായി കൊടുക്കുന്ന വിശ്വാസത്താലുള്ള നീതി തന്നെ എന്നിൽ വരേണ്ടതിന് ഞാൻ എൻ്റെ എല്ലാ കഴിവുകളെയും, എൻ്റെ എല്ലാ ആ ബ്ലെയിംലെസ് ആയിട്ടുള്ള ക്യാരക്ടർ, ന്യായപ്രമാണം സംബന്ധിച്ച് ബ്ലെയിംലെസ് ആയിരുന്നു, ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, ആ നീതി എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു. ഇതൊന്നും പോരാ എന്നുള്ള ഒരു ത്വര എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു പൗലോസിന്റെ. ഇതൊന്നും പോരാ, ഞാൻ ഈ കാണിക്കുന്ന സ്നേഹമൊന്നും ഒറിജിനൽ അല്ല, ഞാൻ ഈ കാണിക്കുന്ന കരുണയൊന്നും ഒറിജിനൽ അല്ല കർത്താവേ, എനിക്ക് നന്നായി അറിയാം ഇതൊന്നും ഒറിജിനൽ അല്ല. ഇത് ഇങ്ങനെ അറിയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ കാഴ്ചപ്പാട് കിട്ടിയ ഒരു വ്യക്തിക്ക് ഇത് അറിയാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്നതെല്ലാം വലിയ സ്നേഹമാണെന്നും നമ്മളൊക്കെ ഭയങ്കര ആത്മീയരാണെന്നുള്ള ഉള്ളില് ഭാവം കാണും. ഞാൻ ഒന്നുമല്ല എന്ന് ഓരോ ദിവസവും ആത്മാവിനാൽ ഒരു അകക്കാഴ്ച കിട്ടിയ ഒരു വ്യക്തിക്ക് മനസ്സിലാകത്തുള്ളൂ. എന്നാലേ അത്രയധികം അവർക്ക് ദൈവത്തോട് ആശ്രയിക്കാനും കഴിയത്തുള്ളൂ. ഇത് ദൈവത്താൽ തന്നെ നടക്കണമെന്ന് അവർക്ക് നിർബന്ധവും കാണും. അവരുടെ കഴിവുകളിൽ, അവരുടെ ശ്രമങ്ങളിലേക്ക് അവർ പോകാൻ ശ്രമിക്കത്തില്ല. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് എതിർപ്പ് കാണിക്കുന്നവരായും കപടഭക്തിക്കാരായും മാറുകയും ചെയ്യും. നമുക്ക് യഥാർത്ഥ മാനസാന്തരം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ തന്നെ കുറെ മാനസാന്തരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, കരഞ്ഞൊക്കെ കുറെ മാനസാന്തരങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ മാനസാന്തരം എന്ന് അറിയത്തില്ല, യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്നാണ് അറിയത്തില്ല. നമ്മൾ കപടമായതിലേക്ക് പോകും. ഇത് ആദ്യ കാലം തൊട്ടേ വന്നത്. എന്തുകൊണ്ട് ഗലാത്യ സഭ ന്യായപ്രമാണത്തിന്റെ പുറകെ പോയി? ഗലാത്യ സഭ ന്യായപ്രമാണത്തിന്റെ പുറകെ പോകാൻ കാരണം അവർക്കിത് വരുന്നില്ല. പഴയതിനേക്കാൾ മോശമാണെന്ന് ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പഴയതിനേക്കാൾ മോശമായ പാപത്തിന്റെ ചിന്തകളൊക്കെ വരുന്നു. അപ്പോൾ ഇത് ജഡത്തിൽ സ്വാതന്ത്ര്യമായിട്ട് എടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ ന്യായപ്രമാണമേ ഉള്ളൂ. ദൈവത്തോട് ചോദിക്കാൻ അവർക്ക് കഴിയുന്നില്ല, ദൈവത്തോട് അപേക്ഷിക്കാൻ, ദൈവത്തിന്റെ മുന്നിൽ ചോദിക്കാൻ, ദൈവത്തെ ആശ്രയിക്കുവാൻ, ആത്മാവിനെ ആശ്രയിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ഇത് പലപ്പോഴും എല്ലാവർക്കും നമുക്ക് ആ സാഹചര്യത്തിൽ കഴിയത്തില്ല. നമ്മൾ കുറെ ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ, അല്ല ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞിരിക്കാം. പക്ഷെ നമുക്ക് ആ സാഹചര്യം തക്ക സമയത്ത് ദൈവത്തോട് കൃപ ചോദിക്കുവാനോ കൃപാസനത്തിലേക്ക് ഓടി ചെല്ലുവാനോ ഉള്ള ക്ഷമ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ സമയം നിങ്ങൾ ഭയങ്കര റിബലായിരിക്കും ദൈവത്തോട്, വളരെ മൈനറായിട്ട്. എനിക്ക് വയ്യ, ഇത് ദൈവം ഇത് കാണുന്നില്ലേ എന്നുള്ള രീതിയിൽ തന്നെ ചോദിച്ചു. ഇനിയിപ്പോ ഇത് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ തോന്നത്തില്ലായിരിക്കും, എങ്കിലും ഉള്ളിന്റെ ഉള്ളില് മനസാക്ഷിയിൽ ദൈവത്തോട് അടുക്കാൻ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ നമ്മളെ ഒരു കപടമായ ഭക്തിയിലേക്കാണ് ആ പ്രവൃത്തികളെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മനുഷ്യന്റെ നേച്ചറാണ്. ദൈവത്തോട് വെയിറ്റ് ചെയ്യാൻ കഴിയും, ദൈവത്തോട് ആശ്രയിക്കാൻ കഴിയില്ല. അതവനെ എന്ത് ചെയ്തു? കപടമായ ആചാരങ്ങളിലേക്കും കപടമായ പ്രവൃത്തികളിലേക്കും നീതിയിലേക്കും പുറമേയുള്ള പ്രഹസനങ്ങളിലേക്കും കൊണ്ടുവന്നു. അതുപോലെയുള്ള ചില പ്രഹസനങ്ങൾ ആണ് നമുക്ക് നോക്കാം ഇന്ന് കാണുന്ന സഭകളിൽ കാണുന്നത്. അതായത് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ഒരു സ്പിരിച്വൽ ആത്മാവിൽ ആരാധിക്കേണ്ടതിന് വേണ്ടി കൈകൊട്ടി ആരാധിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും കൈകൊട്ടി ആരാധിക്കുന്നതിനകത്ത് എന്താ പ്രശ്നമുള്ളത്? കൈകൊട്ടി ആരാധിക്കുന്നതിനകത്ത് ഒരു പ്രശ്നമില്ല, കൈകൊട്ടി ആരാധിക്കാം. പക്ഷെ ഭയങ്കര ബഹളം വെച്ചുള്ള ആരാധന ഉണ്ടല്ലോ, അതിലും ഒരു പ്രശ്നമില്ല. പക്ഷെ പ്രശ്നമുള്ള എന്തിലാണെന്നറിയാവോ? കൈകൊട്ടി ഈ സാധനം ഇറക്കാൻ നോക്കുന്നതാണ് പ്രശ്നമുള്ളത്. കൈകൊട്ടി ദൈവത്തിനോടുള്ള നന്ദി എന്റെ ഉള്ളിൽ നിന്ന് വരുന്നില്ല. അതുകൊണ്ട് കൈയൊക്കെ കൊട്ടി പാട്ട് പാടിയൊക്കെ അങ്ങ് ശ്രമിക്കുകയാണ് ഈ നന്ദി വരുത്താനൊക്കെ. പക്ഷെ അങ്ങനെ അല്ല നടക്കുന്നത്, നേരെ തിരിച്ചാ നടക്കുന്നത്.
ആദിമ കാലഘട്ടങ്ങൾ മുതൽ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ ഒരു ഭയങ്കര ആനന്ദം കൊടുക്കും. ഈ ആനന്ദമാണ് അവർ കൈകൊട്ടാൻ കാരണമാകുന്നത്. അല്ലാതെ കൈകൊട്ടി ആനന്ദം ഉണ്ടാക്കുകയല്ല, ആനന്ദം ഉണ്ടായതുകൊണ്ടാണ് കൈകൊട്ടുന്നത്. ആത്മീയ ജീവൻ അനുഭവിക്കുന്നതുകൊണ്ട് കൈകൊട്ടുകയാണ്, ദൈവത്തെ സ്തുതിക്കാണ്, നന്ദി പറയാണ്. അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കി അത് പണ്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് കൊട്ടിയെങ്കിലും ഉണ്ടാക്കാമെന്ന് പലരും ശ്രമിച്ചു. അതങ്ങ് പിന്നെ ഒരു റിലീജിയസ് ഒരു എന്താ പറയുന്നത്, ഒരു രീതിയായി, ആചാരമായി അതങ്ങ് മാറി. അതുപോലെ അന്യഭാഷയുടെ കാര്യത്തിൽ അന്ന് അന്യഭാഷ ആത്മാവ് വന്നു, അന്യഭാഷ ചിലർ സംസാരിച്ചു. പക്ഷെ ഇന്ന് ആൾക്കാർ പറയും, എന്താ പറയുന്നത്, ഒന്ന് നിങ്ങളുടെ ശരീരത്തെ വിട്ടുകൊടുക്ക്. നിങ്ങളെ വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കുറെ വാക്കുകൾ വരും, അതങ്ങ് നിങ്ങൾ നിങ്ങൾ പറ എന്നാ പറയുന്നത്. ആത്മാവല്ല പറയുന്നത്, അവര് തന്നെ പറയുന്നത്. അവര് തന്നെ എന്ത് ചെയ്യാണ്, പറഞ്ഞ് ഇത് കൊണ്ടുവരികയാണ് അവരുടെ എഫേർട്ടിനാൽ, മനുഷ്യന്റെ എഫേർട്ടിനാൽ. അപ്പോൾ ഇതൊന്നും വരുന്നില്ല, സ്പിരിച്വാലിറ്റി ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. സ്പിരിച്വാലിറ്റി ഉണ്ടാകുന്നില്ല, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് കൃപാവരങ്ങളുടെ വ്യാപാരം ഇല്ല എങ്കിൽ നമ്മൾ ഉണ്ടാക്കാനല്ല ശ്രമിക്കുന്നത്. ആദിമ സഭകളിൽ നമുക്ക് കാണാൻ കഴിയും, എന്റെ ഒരു കാഴ്ചപ്പാടാണ്, എന്റെ ഒരു വ്യൂ, എനിക്ക് മനസ്സിലായതാണ്. ആദിമ കാലഘട്ടങ്ങളിൽ ദൈവം കൃപാവരങ്ങളെ പെട്ടെന്ന് കൊടുക്കുന്നത് കാണാൻ കഴിയും. കാരണം അവിടെ ദൈവം ആദ്യ കാലഘട്ടങ്ങളായുണ്ട്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞ് ദൈവത്തിൽ ഉള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, കൃപാവരങ്ങളുടെ വ്യാപാരം ഉണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവത്തോട് ഡിപ്പെൻഡ് ചെയ്ത്, ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ഇത് സ്വീകരിക്കാനാണ്. പലപ്പോഴും ഇത് കഴിയാത്തതുകൊണ്ട് പല ആൾക്കാരും പാസ്റ്റർമാരെ ആശ്രയിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ ആരാധനയെ ആശ്രയിച്ച്, ഇപ്പം പാസ്റ്റർ വന്ന് എല്ലാവരുടെയും തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരവർ പേഴ്സണലി പ്രാർത്ഥിക്കുമ്പോഴോ എല്ലാം ഈ കൃപാവരങ്ങൾ, അന്യഭാഷയൊക്കെ വരും. അതെങ്ങനെ വരുന്നത്, അവര് തന്നെ പറയുന്നയാ ഇത്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, മനുഷ്യന്റെ എഫേർട്ടുകളിലേക്കാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നീതി വരാത്തപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു, കുറെ നീതിയുടെ പൊയ്മുഖങ്ങൾ. ഇതെല്ലാം ഞാൻ പറയുന്നതെല്ലാം ആദ്യമായിട്ടുള്ള ഒന്ന്, ഈ ആരാധിക്കുന്നതിന്റെ കാര്യത്തില്, അന്യഭാഷയുടെ കാര്യത്തിൽ, കൃപാവരങ്ങളുടെ കാര്യത്തില് വട്ടം കൂടിയിരുത്തി ആൾക്കാരെ, പിള്ളേരെ കൊണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളോട് ദൈവം എന്തെങ്കിലും ഇടപെടുന്നുണ്ടോ, നിങ്ങളോട് ദൈവം ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും, നിങ്ങൾക്ക് വിഷൻസ് കാണ് എന്ന് നിർബന്ധിച്ച് ട്രെയിനിങ് കൊടുത്ത്. കൃപാവരങ്ങളുടെ വ്യാപാരം ഒരു ഓർഗനൈസേഷന്റെ ട്രെയിനിങ്ങിന്റെ കീഴിൽ വരുന്നതിന് അതോടെ എനിക്ക് പേഴ്സണലി ഭയങ്കര വിരോധമുണ്ട്. അത് ഈ ഇവാഞ്ചലിസം ആയാലും എല്ലാ ആയാലും. ഇതുപോലെ തന്നെ വേറെ ഒരു കാര്യമാണ്, വേറെ ഇങ്ങനെയുള്ള ആത്മീയനാകാൻ വേണ്ടി എന്ത് ചെയ്യണം, സിനിമ കാണരുത്. ബൈബിളിൽ എങ്ങും എഴുതിയിട്ടില്ല. ഇത് ആര് പറഞ്ഞാണെന്നാ, ഏതോ ഒരു ആത്മീയ മനുഷ്യൻ പണ്ടെങ്ങാണ് സിനിമ പണ്ടുള്ള ആത്മീയ ആൾക്കാർക്കൊന്നും സിനിമയൊന്നും കാണണമെന്നില്ല. പക്ഷെ അവരുടെ ആത്മീയതയാണ് അവർ സിനിമ കാണാതിരിക്കുന്നത്. അല്ലാതെ സിനിമ കാണാതിരുന്നുകൊണ്ട് അവർ ആത്മീയരായതല്ല. അവർക്ക് മറ്റുള്ള കാര്യങ്ങളിലൊന്നും എന്റർടൈൻ ചെയ്യാൻ വലിയ താല്പര്യമില്ല. അപ്പൊ ആ ട്രൂ സാധനമാണ് അവരെ അതിൽ നിന്ന് ഒഴിവാക്കിയത്. ഇപ്പൊ ഈ മക്കളെയൊക്കെ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, അവർ യഥാർത്ഥ ഒരു ആത്മീയതയിലേക്ക് വരത്തില്ല. അവരും ഈ അച്ഛന്മാരും അപ്പന്മാരും മക്കളും ഒക്കെ അമ്മയും പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫോൾസ് സാധനത്തിലേക്ക് ആ കുട്ടികൾ കടന്നു വരികയും അവർക്ക് യഥാർത്ഥ ഒരു വീണ്ടും ജനം നടക്കാതെ ഒരു മതഭക്തിയിലേക്ക് പോവുകയും, ചിലപ്പോൾ ഉള്ളിൽ റിബലായിരിക്കും ദൈവത്തോട്. ഇതെല്ലാം കാരണം ഈ ഒരു രീതിയാണ്. അപ്പൊ നമ്മൾ അറിയുന്നില്ല, സിനിമ കാണരുത് ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ ഉണ്ടാക്കി വെച്ച, അല്ലെങ്കിൽ അവർ ആത്മീയത എന്തെന്ന് മനുഷ്യൻ മനസ്സിലാക്കി വെച്ച കുറെ കാര്യങ്ങളിൽ നിന്നായിരിക്കും ഇതെല്ലാം വരുന്നത്. അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ആത്മീയരായ മനുഷ്യർ, അവർക്ക് ആ കർത്താവോട്ടുള്ള ജീവിതമാണ്, അവർക്ക് മറ്റുള്ള കാര്യത്തിലേക്ക് വലിയ താല്പര്യം വരുന്നില്ല. ഇപ്പൊ താല്പര്യം ഇല്ല എങ്കിൽ ഉപേക്ഷിക്കുന്നത് പോലല്ല, താല്പര്യം ഉണ്ടായിട്ട് ഇതൊക്കെ കാണാതിരിക്കുന്നത്. രണ്ടും രണ്ടാണ്. രണ്ടാമത് പറഞ്ഞ കാര്യം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബുക്ക് വായിക്കാതിരുന്നത് കൊണ്ടോ, മീശ ഷേവ് ചെയ്യാതിരുന്നത് കൊണ്ടോ, ആഭരണം ഉപേക്ഷിച്ചത് കൊണ്ടോ ഒന്നും സംഭവിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കല്യാണത്തിന് പോയി, ഞാനും ഉണ്ടായിരുന്നു, ചേസങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ കല്യാണത്തിന്റെ ഓഡിറ്റോറിയം കൺവെൻഷൻ സെന്റർ കണ്ടപ്പോഴേ തന്നെ ഞെട്ടിപ്പോയി ഞാൻ. ഭയങ്കര കൺവെൻഷൻ സെന്റർ, ഭയങ്കര ഫുഡായിരുന്നു, ഭയങ്കര രീതിയിലുള്ള എന്താ പറയുന്നത്, ലക്ഷറി ആയിട്ടുള്ള കല്യാണമായിരുന്നു. പക്ഷെ ഒരാളുടെ കാതിൽ പോലും കമ്മലില്ല, കഴുത്തിൽ മാലയും ഇല്ല. വന്നത് ലക്ഷങ്ങളുടെ കാറിനകത്ത്, മിനി കൂപ്പർ, XUV ബെൻസ്, അങ്ങനെയുള്ള XUV അതിനൊക്കെ വലിയ കാറുകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ ഒരെണ്ണത്തിനെയും, പക്ഷെ ഒരാളുടെ പോലും കാതിൽ കമ്മലില്ല, കഴുത്തിൽ മാലയും ഇല്ല. അവർ വിചാരിച്ചിരിക്കുന്നത് ഇതാണ് സ്പിരിച്വാലിറ്റി, ഇതേ അവർക്ക് കാണിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പം കാണിക്കാൻ കഴിയുന്നതല്ലെങ്കിലും കാണിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ ആത്മീയരാണ്, ഞങ്ങൾ പെന്തക്കോസുകാരാണ് എന്ന് കാണിക്കാൻ ഇതുകൊണ്ടൊക്കെ കഴിയുന്നുള്ളൂ. അപ്പൊ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇത് മനുഷ്യന്റെ ഒരു രീതിയാണ്. പുറമേ ഉള്ള ഭാവപ്രകടനങ്ങളും കൊണ്ട് ഒക്കെ എന്ത് ചെയ്യും, സ്പിരിച്വാലിറ്റി. ഇപ്പൊ ഒരാൾ നന്നായി പാടുന്നില്ല,
അയാൾക്ക് സ്പിരിച്വൽ അല്ലെന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലും അല്ല. നന്നായി പാടുന്ന ഒരാൾ സ്പിരിച്വൽ ആണെന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലും അല്ല. നന്നായി പ്രസംഗിക്കുന്ന ആള് സ്പിരിച്വൽ ആണെന്നാണോ അർത്ഥം? ഒരിക്കലും അല്ല. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്ന മനുഷ്യന്റെ പ്രകടനങ്ങളിലൂടെ മനുഷ്യൻ കൊണ്ടുവരുന്ന കുറച്ച് പ്രഹസനങ്ങളാണ്. ഇതെല്ലാം അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും ദൈവത്തിനോട് മുന്നിൽ ദൈവ കോപം അവരിലേക്ക് വരാൻ കാരണമായി തീരുകയാണ് ചെയ്യുന്നത്. നമുക്ക് പഴയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പുറമേ ഉള്ളത് കൊണ്ട് അനുസരണം അകത്ത് വരാൻ നോക്കിയാൽ, ദൈവം പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. കർത്താവ് ആന്തരികമായ ഒരു മാറ്റം കൊണ്ടുവന്ന് ഉള്ളിൽ നിന്ന് നമ്മളിലൊരു മാറ്റം കൊണ്ടുവന്നിട്ട് അതിന്റെ ബലം പുറത്തു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അല്ല പുറമേ നിന്ന് അകത്തോട്ടല്ല, അകത്ത് നിന്ന് പുറത്തോട്ടാണ് മാറ്റം വരുന്നത്. അപ്പൊ ആദ്യം സംഭവിക്കുന്നത് ഉള്ളിലാണ് മാറ്റം വരുന്നത്, അതാണ് പുറത്തു വരുന്നത്. ഉള്ളിൽ മാറ്റം വരാതെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മൾ തന്നെ നമ്മുടെ എന്താ പറയുന്നത്, നമുക്ക് തന്നെ പണി വാങ്ങിച്ചു കൂട്ടുകയാണ്. കാരണം നമുക്ക് ഈ അകം ശുദ്ധിയാകത്തുമില്ല, പുറമേയുള്ള കുറെ കാഴ്ചപ്പാടുകളുണ്ട്. ഒരേ നിമിഷം നമ്മൾ ദൈവത്തിന്റെ മുന്നിലും മനുഷ്യന്റെ മുന്നിലും മനസാക്ഷിയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതായിരുന്നല്ലോ. അതുപോലെ തന്നെ വേറെ ഒരു കാര്യമാണ്, ആത്മീയരായ ആൾക്കാർ, അതായത് ഒരു ചർച്ചിലെ ഭയങ്കര ആത്മീയരായ ഒരാള് ഒരിക്കലും പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്യത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനിത് ഈ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടതാണ്. അവര് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുറവ് സംഭവിക്കുന്ന തന്നെ അവരുടെ തന്നെ ഉള്ളിൽ കിടക്കുകയാണ്. അവര് പ്രാർത്ഥന റിക്വസ്റ്റ് പറയത്തില്ല. അവരെക്കാൾ പ്രായം കുറഞ്ഞവരെ ആരെയും അല്ലെങ്കിൽ അവരോട് വാക്കുകളിൽ നിന്ന് കേൾക്കത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള അവരുടെ ഉള്ളിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും എന്നുള്ളൊരു ഫിയറാണ്. ഉള്ളിൽ എന്തോ ഒരു അത് എന്ത് സംഭവിച്ചു പോകും എന്നുള്ള ഒരു ഫിയറാണ്. കാരണം അങ്ങനല്ല, ഞാൻ അങ്ങനെ അല്ലല്ലോ. എന്നാൽ യഥാർത്ഥ ഒരു ആത്മീയനെ മറ്റുള്ളവന്റെ മുന്നിൽ താഴാൻ കഴിയത്തുള്ളൂ. യഥാർത്ഥ ഒരു ആത്മീയനെ എണീറ്റ് നിന്നിട്ട് എന്റെ സഹോദരങ്ങളെ ഞാൻ ബലഹീനനാണ് എന്ന് പറയാൻ കഴിയത്തുള്ളൂ. കാരണം അവൻ ആത്മീയനാണെന്നാണ് അതിന്റെ തെളിവ്. അവൻ എഴുന്നേറ്റ് നിന്ന് അവനിലല്ലാതെ കർത്താവിന്റെ കാഴ്ചപ്പാട് അവൻ കാണുന്നുണ്ട്. അവൻ കർത്താവിനെ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് എന്റെ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നെ കാണുന്നുണ്ട്, ആ കാഴ്ച ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ് ആത്മീയത. അല്ലാതെ ഞാൻ ആ കാഴ്ച കാണാതെ എന്റെ ഭാവപ്രകടനങ്ങളിലേക്ക് ശ്രമിക്കുമ്പോൾ അത് ആത്മീയതയല്ല, അത് കപടഭക്തിയാണ്. അത് എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തികൾ മനുഷ്യന്റെ ജഡത്തിന്റെ ചങ്ങലകളിലേക്ക്, അതായത് ഹ്യൂമൻ പ്രിസൺസ്, മനുഷ്യ ജഡ ജയിലുകൾ, മാനസാന്തരപ്പെടാൻ കഴിയുന്നില്ല, വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല. മനസ്സ് അവരെ പിടിച്ചു നിർത്തുകയാണ്. മനസ്സിന്റെ കഴിഞ്ഞ ദിവസം പണത്തിന്റെ ചങ്ങല ഉണ്ട്. ഈ പണത്തിന്റെ ചങ്ങല ഭയങ്കര പ്രശ്നമാണ്. പണത്തിന്റെ ചങ്ങല, അതിൽ നിന്ന് പൊട്ടി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമില്ല. പണം രാജാവായിരിക്കുന്നിടത്തോളം, പണത്തിന്റെ കീഴിലായിരിക്കുന്നിടത്തോളം അവൻ മാമോൻ അവൻ നമ്മളെ അടക്കി വാഴും. അവൻ നമ്മളെ മാനസാന്തരം പെടാൻ പറ്റാതെ നമ്മളെ അവസാനത്തോളം അവന്റെ ചങ്ങലയ്ക്ക് കെട്ടിയിടും. ആ ചങ്ങല പൊട്ടിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല എന്ന് മനസ്സിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉള്ളിൽ നിന്ന് അത് ജീവിതമായി പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡെലിവറൻസ് ആണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഡെലിവറൻസ് കിട്ടേണ്ട, പ്രാർത്ഥിക്കേണ്ട എന്തുമേ വിഷയങ്ങളുണ്ട് അല്ലേ? എന്തുമേ വിഷയങ്ങളുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആരും എഴുന്നേറ്റ് സഭയിൽ ഇതൊന്നും പറയാൻ കഴിയത്തില്ല. അത് നമ്മുടെ ബലഹീനതയാണ്. അതെല്ലാം നമ്മുടെ ബലഹീനതകൾ മറ്റു സഹോദരങ്ങളോട് അത് പറയാൻ കഴിയാത്തത്. നമ്മൾ എത്ര സ്പിരിച്വൽ ആണോ അത്രത്തോളം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും തുറന്നു പറയണമെന്നല്ല പറയുന്നത്. പക്ഷെ നമുക്കൊരു തടസ്സം ഉണ്ടാകരുത്. എന്തും നമ്മളൊരു പെർഫെക്റ്റ് ആണ് എന്നുള്ളൊരു തോന്നൽ കൊണ്ട് നമ്മളൊന്നും പറയാതിരിക്കരുത് എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, എന്നോട് ഇത് ചേസ് പാസ്റ്റർ പറഞ്ഞ്, എനിക്കറിയാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ എല്ലാവരും. ചേസ് പാസ്റ്റർ എടുത്ത് പറഞ്ഞ പ്രസംഗമാണ്, എക്സാമ്പിൾ ആണ്. ഒരിക്കലൊരു ദേശത്ത് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാസ്റ്റർ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന ആ പ്രദേശത്ത് കോഴി എന്നും മോഷണം പോകുന്നുണ്ട്. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഓരോ കോഴി വീതം മോഷണം പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് എല്ലാ വിശ്വാസികളും പാസ്റ്റർ, ഞങ്ങളുടെ കോഴിക്കള്ളന്റെ ശല്യം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്, കോഴി ഭയങ്കരമായിട്ട് മോഷണം പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ പാസ്റ്റർ ഭയങ്കരമായിട്ട് ശക്തമായി പ്രാർത്ഥിക്കുകയും മെസ്സേജ് പറയുകയൊക്കെ ചെയ്തു. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ക്ഷമിക്കും, നിങ്ങൾ അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. അടുത്ത ആഴ്ച പാസ്റ്റർ വീട്ടില് ചോറ് കഴിക്കാൻ നേരം
പാസ്റ്റർ ചോദിച്ചു, ഇന്ന് ചിക്കൻ കറി ഇല്ലേ എന്ന് വൈഫിനോട് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇല്ല ചിക്കൻ കറി ഇല്ല. അതെന്താ നീ ഇന്ന് വാങ്ങിക്കാൻ, ഇന്ന് വാങ്ങിച്ചില്ലേ എന്ന് പറഞ്ഞു. അത് നിങ്ങൾ കാരണമാണ് ഞാൻ മാനസാന്തരപ്പെട്ടത്. എല്ലാ ആഴ്ചയിലും പോയി പൊക്കിക്കൊണ്ട് വരുന്നത് ഞാനായിരുന്നു, വേറെ ആരുമല്ല. നിങ്ങളുടെ പ്രസംഗം കാരണം ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഈ പാസ്റ്റർ ഒരു മറുപടി പറഞ്ഞു. അതാണ് അതിലും വലിയ തമാശ. പാസ്റ്റർ പറഞ്ഞു, നീ എന്താ ഈ പരിപാടി കാണിച്ചത്? നീ കാണിച്ച ഭയങ്കര മോശമായി പോയില്ലേ. അതെന്താ ഞാൻ ചെയ്ത തെറ്റുപോയപ്പോ? അതല്ല, നമ്മുടെ ചർച്ചിലെ പ്രസംഗങ്ങളൊന്നും നമുക്കുള്ളതല്ല, അത് കേൾക്കാൻ വന്നിരിക്കുന്ന ആൾക്കാർക്കുള്ളതാ, നമുക്കുള്ളതല്ല. അത് അവരനുസരിക്കേണ്ടതിന് വേണ്ടിയല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോഴേ ഇതുപോലാണ് പല പല ആൾക്കാരുടെ പല സ്പിരിച്വൽ, അവര് സ്പിരിച്വൽ ആണ് എന്ന് വിചാരിച്ച് എടുക്കുന്ന ഭാവങ്ങളാണ് ഇതെല്ലാം. ഒരു സ്പിരിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ മറന്നു കിടക്കുന്നു. ആ ദൈവത്തിന്റെ ദാനം എനിക്ക് ലഭിച്ചു, ആ ദാനമാണ് ആ ദാനത്തിൽ ഞാൻ കൃപയായി ലഭിച്ചത് തന്നെ മറ്റുള്ളവരോട് കൃപ കാണിക്കാനായിട്ട് ഇടയാകുന്നു. അപ്പോൾ ആ ദൈവികമായ ഒരു പുറമേ ഉള്ള മുകളിലേക്കൊരു കാഴ്ചപ്പാടില്ലാത്ത വ്യക്തിക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയത്തില്ല. അവര് മനുഷ്യനെ മാത്രം നോക്കുന്നേ. എനിക്ക് മനുഷ്യന്റെ മുന്നിൽ മാത്രം ആത്മീയനായി വിളങ്ങിയാൽ മതി, അവന്റെ മുന്നിൽ മാത്രം എനിക്ക് നോക്കിയാൽ മതി. ദൈവമായിട്ട് നോക്കുന്ന പോലും ഇല്ല. പ്രാർത്ഥിക്കുന്നത് സ്തുതിക്കുന്നത് എല്ലാം അവരെ തന്നെയാണ്. ഗലാത്യ ലേഖനം അതിന്റെ 5-ാം അധ്യായം 12 മുതൽ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ അഭിനയം അതുപോലെ തന്നെ കൃപ ലഭിച്ചു എങ്കിൽ നമുക്ക് മറ്റുള്ളവരോടും കൃപ കാണിക്കാൻ കഴിയും. 5-ന്റെ 12 മുതൽ 12 മുതൽ വാക്യം പറയുന്നത്, ഗലാത്യ ലേഖനം 5-ന്റെ 12, നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സ്നേഹിപ്പിൻ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആത്മീയരാണ്, മറ്റുള്ളവർ നമ്മുടെ മുന്നിലുള്ള ഇത് കൂടുതലും വരുന്ന പ്രസംഗിക്കുന്ന ആൾക്കാർക്കാണ്. മുന്നിലുള്ളവരുടെ കുറ്റമേ അവർ കാണത്തുള്ളൂ, അവരുടെ കുറ്റം കാണത്തില്ല. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നവർക്കും വരും. ഇത് അവരവരുടെ കുറ്റം കാണുന്നതും അതിനെ വിധിക്കുന്നതും വളരെ കുറവായിരിക്കും. മറ്റുള്ളവരുടെ ബലഹീനതയായിരിക്കും എപ്പോഴും കാണുന്നത്. അപ്പം പ്രാർത്ഥിക്കാനും തോന്നുന്ന അവരുടെ ബലഹീനതയ്ക്ക് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്, അവനവന്റെ ബലഹീനതകൾക്ക് വേണ്ടി ആയിരിക്കത്തില്ല പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ്, ഇവര് ചെന്ന് ഇപ്പോ ഒരു സഹോദരൻ മറ്റു സഹോദരിക്ക്, അപ്പൊ ആ സഹോദരൻ എന്നിട്ട് വേറൊരു സഹോദരിയോട് സംസാരിക്കുന്നു, ആ സഹോദരൻ വന്നിട്ട് വേറെ സഹോദരനോട് പരസ്പരം ബലഹീനതകൾ, അങ്ങനെ ആ ബ്രദറിന് ഇങ്ങനെ ഒരു ബലഹീനതയുണ്ട് എന്ന് പറഞ്ഞ് ചർച്ചിൽ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പുറമേ ഉള്ള ഒരു സംസാരം നടക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആത്മീയരാണെങ്കിൽ സഭയിൽ ഐക്യത ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, കലഹം ഉണ്ടാക്കാനല്ല. ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു എന്നാണ് പറയാണ്. അതായത് പരസ്പരം കലഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ. ഒരാളുടെ കുറ്റം നിങ്ങൾ, ഒരു ആത്മീയനാണ് എന്ന് പറഞ്ഞ ഒരാള് അന്ന് നിങ്ങളോട് പറയാണ്, ഇങ്ങനെ ഒരാളുടെ കുറ്റമുണ്ട്, നിങ്ങൾ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ വേറെ ആരോടും എന്ന് പറയുകയാണ്. അപ്പോഴേ മനസ്സിലാക്കിക്കോണം ആ വ്യക്തി എന്താണ്, ഇന്റൻഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുക. എന്ത് ഉദ്ദേശത്താലാണ് നിങ്ങൾ ഇത് പറയുന്നത്? ആള് നന്നാവാനാണെ ആ ആളിനോട് തന്നെ പോയി പറയണ്ടായോ? അങ്ങനെയല്ലല്ലോ പറയുന്നത്. അപ്പോൾ അതുപോലുള്ള കലഹിപ്പിക്കുന്ന തമ്മിൽ അടിയുണ്ടാക്കുന്ന രീതിയിലുള്ള അങ്ങനെ കുറെ ആൾക്കാരും. എനിക്കറിയാവുന്ന ഒരു സഹോദരനുണ്ട്, പുള്ളി രാവിലെ വിളിക്കും ചർച്ചിലുള്ള ആളുകളുടെ കുറ്റം പറയാനായിട്ട്. ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കും, 1, 2, 3, 4 ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് ഇതേ പറച്ചിലുള്ളു, കുറ്റം മാത്രം. ഇത് ഭയങ്കര പ്രശ്നമുള്ള ഒരു പരിപാടിയാണ്. ദൈവസന്നിധിയിൽ രാപകല് തന്റെ വൃദ്ധന്മാരെ പറ്റി കുറ്റം പറയുന്ന ആരാണ്? വിഷയാണ്. നമ്മൾ മറ്റുള്ളവരുടെ കരുണ കാണിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, അവരെ കലഹം ഉണ്ടാക്കാൻ. നമ്മൾ സഹോദരങ്ങൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, എന്റെ സഹോദര അല്ലെ സഹോദരി, നിങ്ങൾ വിചാരിക്കുന്നവരൊരാളല്ല കേട്ടോ അവര്. അപ്പോൾ നിങ്ങളെ പറ്റി നല്ല വിചാരം ഉണ്ടല്ലോ അല്ലെ, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി നന്നായി അറിയാമല്ലോ. അങ്ങനെ ഭയങ്കര എരിവോടുകൂടി ഇതിനകത്ത് തീക്ഷ്ണമായി അധ്വാനിക്കുന്ന ആൾക്കാരുണ്ട്. അവർ
അവരുടെ തന്നെ മനസാക്ഷിയിൽ ചങ്ങലയിടുകയും അവരുടെ തന്നെ ആത്മീയതയ്ക്ക് പൊളി വരുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പൗലോസ്, ഞാൻ ഇത് പറയാൻ കാരണം, ഇവിടെ പൗലോസ് ഇതിനെപ്പറ്റി പറയുന്നത്, നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചു. എന്നിട്ട് പറയാണ്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. ജഡത്തെ അനുസരിച്ച് നടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ജഡത്തിലേക്ക് നോക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജഡത്തിലും, നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ ജഡത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ജഡത്തിൽ നോക്കുമ്പോൾ അവൻ എത്ര പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ മറ്റുള്ളവർക്ക് പറയാനും തോന്നുന്നത് അതുകൊണ്ടാണ്. കാരണം ജഡത്തിൽ ഒരു എക്സാമിനേഷൻ നടക്കുന്നതുകൊണ്ടാണ്. ഞാൻ മറ്റുള്ളവരെ നോക്കുന്നതും എന്നെ നോക്കുന്നതും ആത്മാവിലാണ് എങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാനേ കഴിയത്തുള്ളൂ, സ്നേഹം കാണിക്കാനേ കഴിയത്തുള്ളൂ. തെറ്റുകൾ പറയും എന്നുള്ളതല്ല, അത് നല്ല ഇന്റൻഷനോടായിരിക്കും. അയാൾ നന്നാകണം എന്നും എനിക്ക് കിട്ടിയ കൃപ അയാൾക്കും അനുഭവിക്കണം എന്നുള്ള മനോഭാവത്തോടെ ആയിരിക്കും പറയുന്നത്. മറിച്ച് അയാൾ നന്നാകണം, ഞാൻ ശരിയാണ് എന്നുള്ളതല്ല. ഞാൻ ശരിയല്ലായിരുന്നു, എനിക്ക് കൃപ ലഭിച്ചു, ഇയാൾക്കും കൃപ ലഭിക്കണം, ഇയാൾക്കും ആ ദൈവത്തിന് ആ സാഹചര്യത്തെ മാറ്റാൻ കഴിയും, ദൈവത്തിന് അയാളുടെ ആ സാഹചര്യത്തെ മാറ്റാൻ കഴിയും എന്നുള്ളൊരു മനോഭാവത്തോടെ ആണ് നമ്മൾ അത് പറയുന്നത്. ഇവിടെ അതുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങൾ പിന്നെയും ജഡത്തിൽ മറ്റുള്ളവരെ കാണാതെ ആത്മാവിനെ അനുസരിച്ച് എടുപ്പിന്, എന്നാൽ ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല എന്ന് പറയുന്നു. ഇതിനെല്ലാം മൂല കാരണമായ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെല്ലാം മൂല കാരണമായ ഒരു കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ്, വിശ്വാസം തന്നെയാണ്. നമ്മൾ 3 കാര്യങ്ങളാണ്. നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് ആയിട്ടുള്ള ലൈഫ് നമ്മളെ നടത്തണമെങ്കിൽ, ഹോളി ലൈഫ്, അതിവിശുദ്ധമായ ഒരു ജീവിതം നമുക്ക് വരണമെങ്കിൽ, വിശുദ്ധമായ ഒരു ജീവിതം വരണമെങ്കിൽ നമ്മൾ ഹോളി സ്പിരിറ്റിനാലെ നിയന്ത്രിക്കപ്പെടണം. ഹോളി സ്ക്രിപ്ചറില്ലേ, ഹോളി സ്ക്രിപ്ചറാൽ നിയന്ത്രിക്കപ്പെടണം. ഹോളി ഫെയ്ത്തിനാൽ നിയന്ത്രിക്കപ്പെടണം. വിശുദ്ധമായ വേദപുസ്തകത്തിലൂടെയും ഉപദേശത്തിലൂടെയും വിശുദ്ധമായ ഫെയ്ത്തിലൂടെയും അതിവിശുദ്ധമായ ആത്മാവിലൂടെയും നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധമായ ഒരു ലൈഫ് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ജഡത്തിനാലും തന്റെ ഉള്ളിലെ വിചാരങ്ങളാലും അല്ലെ മനസ്സിന്റെ ബോധങ്ങളാലും നിയന്ത്രിക്കപ്പെടുന്നവർ അവർക്ക് ആത്മീയരായി വരാൻ കഴിയത്തില്ല. അവർ ജഡീകന്മാരായി തുടരുകയുള്ളൂ. 1 തിമോത്തിക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ന്റെ 1 ഇങ്ങനെ പറയുന്നു, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഇവിടെ പറയുന്നത് ഇംഗ്ലീഷിൽ NLT ബൈബിൾ വേർഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇവിടെ വിശ്വാസം ത്യജിക്കുമെന്ന് പറയുന്നതിന് പകരം അവിടെ പറയുന്നത് ട്രൂ ഫെയ്ത്ത് ത്യജിക്കുമെന്ന, സത്യവിശ്വാസം ത്യജിച്ച് കളയുമെന്നാണ് പറയുന്നത്. അവർ വേറൊരു വിശ്വാസത്താൽ നിയന്ത്രിക്കപ്പെടും എന്നാണ് പറയുന്നത്. തെറ്റായ ഒരു വിശ്വാസത്താൽ നിയന്ത്രിക്കപ്പെടും. അതായത് അവരവരുടെ വിശ്വാസം, അവരവരുടെ കോൺഫിഡൻസിൽ നിന്നുണ്ടാകുന്ന ഫെയ്ത്ത്, ഞാൻ ശരിയാണ് എന്നുള്ളത് എനിക്ക് തന്നെ തോന്നുന്ന ആ ഫെയ്ത്തിൽ നിന്നാണ് ഫോൾസ് ഫെയ്ത്ത്. യഥാർത്ഥമായ അതിവിശുദ്ധമായ ഒരു വിശ്വാസം നമ്മുടെ ബലഹീനതയിൽ നിന്നാണ് വരുന്നത്. നമ്മളത് തകർക്കപ്പെട്ട് എനിക്കൊരു ബലവും ഇല്ല എന്ന് ആ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് ഇത് പലപ്പോഴും പുറത്തു വരുന്നത്. അതിനാൽ ഒരു നിയന്ത്രിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് വരുന്നത് തുടർമാനമായി ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ആ യഥാർത്ഥ ഫെയ്ത്ത് നമ്മൾ വരുന്നത്. പല ആൾക്കാർക്ക് സംഭവിച്ചു വന്ന അവർ വ്യാജമായ കപട വിശ്വാസത്താൽ നിയന്ത്രിക്കപ്പെടുകയും സത്യമായ വിശ്വാസം ത്യജിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളും ആശ്രയിച്ച് ബോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വചനം നമ്മൾ അറിയേണ്ട, വചനം എന്താണ്, ഉപദേശം എന്താണ് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്, അല്ലെ യഥാർത്ഥ ഒരു ആത്മീയ ജീവിതത്തിന് ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഉപദേശം എന്താണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കണം എന്നുള്ളതും, നമ്മൾ നിയന്ത്രിക്കപ്പെടുന്ന ഫെയ്ത്ത് അത് ഹോളി ഫെയ്ത്ത് ആയിരിക്കണം എന്നുള്ളതും, ദൈവം നൽകപ്പെട്ടിരിക്കുന്ന ഫെയ്ത്ത് ആണ്, എന്റെ വിശ്വാസത്താൽ അല്ല, ദൈവം നൽകപ്പെട്ട അതിവിശുദ്ധമായ വിശ്വാസത്താൽ തന്നെ നിയന്ത്രിക്കപ്പെടണമെന്നും അതുപോലെ തന്നെ അവന്റെ അതിവിശുദ്ധമായ ആ
ആത്മാവിനാൽ തന്നെ, പരിശുദ്ധാത്മാവിനാൽ തന്നെ, ഹോളി സ്പിരിറ്റിനാൽ തന്നെ നിയന്ത്രിക്കപ്പെടണം എന്നുള്ളത്. അല്ലാത്ത പക്ഷം എന്ന് ചില ആൾക്കാർക്ക് സംഭവിച്ചു പോകുന്നത്, അവര് വചനവും ഉപദേശവും അറിയാം, പക്ഷെ ആത്മാവിന്റെ ശക്തി ഇല്ലാത്തതുകൊണ്ട്, ആത്മാവിന്റെ കൃപയല്ല അവരിൽ വ്യാപരിക്കാത്തതുകൊണ്ട്. ഇപ്പം നമ്മളിൽ തന്നെ നമുക്ക് നോക്കാം, നമുക്ക് വചനം അറിയാം, ഉപദേശം അറിയാം, പക്ഷെ ആത്മാവിന്റെ കൃപയല്ല വ്യാപരിക്കുന്നതെങ്കിൽ നമ്മൾ വരുന്നത് നമ്മുടെ തന്നെ പരിശ്രമങ്ങളായിരിക്കും, അത് യഥാർത്ഥ ആത്മീയത ആയിരിക്കത്തില്ല. അതുപോലെ ചില ആൾക്കാർ എന്ന് പറയാൻ, ചിലർ ആത്മാവിനെ തങ്ങളുടെ പ്രവർത്തികളായി ആശ്രയിച്ച് അത് കൊണ്ടുവരാൻ കഴിയും. ഉപദേശം അറിയത്തില്ല, അവർക്ക് ഉപദേശം അറിയത്തില്ല. ചിലർക്ക് വചനവും ഉപദേശവും അറിയാം, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കൃപ ചോദിക്കുന്നില്ല. ഈ കൃപ ചോദിക്കാനുള്ള മടുപ്പ് പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട്. ദൈവത്തോട് കൃപ ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, മടുത്തു പോകും. ദൈവത്തോട് കൃപ ചോദിക്കാൻ മടുപ്പുള്ളവരായി നമ്മൾ ഇരിക്കരുത്. ഏത് നിമിഷവും നമ്മൾ ബലഹീനത നമ്മൾ മനസ്സിലാകുന്നു, നമ്മൾ ദൈവത്തോട് കൃപ ചോദിക്കാൻ ആവേശമുള്ളവരും കൃപ വാങ്ങിക്കുന്നവരുമായിരിക്കും. എന്നാലേ ഒരു സ്പിരിച്വൽ ലൈഫിൽ, കാരണം നമുക്ക് ആത്മാവിന്റെ ശക്തിയാണ് നമ്മൾ ഈ ലൈഫ് വരുന്നത്, നമ്മുടെ ശക്തിയാലല്ല. അപ്പോൾ ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കുന്നതോറും ആ കൃപ, അപ്പൊ എനിക്ക് ഒരാളോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, അതെന്റെ ബലഹീനതയാണ്. അവിടെ ഞാൻ കൃപ ചോദിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ് ദൈവത്താൽ. ആ സാഹചര്യം ദൈവം ഒരുക്കിയതാണ് നിങ്ങൾക്ക് വേണ്ടി. ആ സാഹചര്യം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയതാണ്. നിങ്ങൾക്ക് ഒരു മുന്നിൽ, ഒരാളുടെ മുന്നിൽ തകരാൻ കഴിയുന്നില്ല. നിങ്ങളുടെ കയ്യിലായിരിക്കും നീതിയെങ്കിലും എന്തിലായാലും തകരാൻ കഴിയുന്നില്ല. പക്ഷെ ആ സാഹചര്യം നിങ്ങൾക്ക് തകരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരുക്കുന്നത് തന്നെ ദൈവത്തിന്റെ കൃപ നിങ്ങൾ ചോദിക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളെ സീറോ ആക്കിക്കൊണ്ട് ദൈവം ചില സാഹചര്യങ്ങളെ നമ്മളെ കൊണ്ടുപോകും. ആ സാഹചര്യം ദൈവം സ്നേഹിക്കുന്നവർക്കാണ് കൊടുക്കുന്നത്. ചില ആൾക്കാരെ സീറോ ആക്കാതിരിക്കുന്നതാണ് വലിയ പ്രശ്നം. അവർ കൃപയും ചോദിക്കത്തില്ല, അവർ യഥാർത്ഥ ആത്മീയതയിലേക്കും പോകുന്നില്ല. നമുക്ക് യേശാവ് യാക്കോബിനെ വെച്ച്, യാക്കോബിനെ കൂടുതൽ കറക്റ്റ് ചെയ്യുന്നതായിട്ടും ദൈവം ഡിസിപ്ലിൻ ചെയ്യുന്നതായിട്ടും കാണാൻ കഴിയും. എന്തിനാണ്? സന്തതിയാണ്, വാഗ്ദത്തത്തിലുള്ളതാണ്. അതുപോലെ തന്നെ പറ്റി ദൈവത്തിന് പദ്ധതികളുണ്ട്. അതുകൊണ്ട് ദൈവം കൂടുതൽ ശിക്ഷിക്കുന്നവർ, ശാസിക്കുന്നവർ ദുഃഖിക്കേണ്ട കാര്യമില്ല. നിങ്ങളെപ്പറ്റി ദൈവത്തിന് ഒരുപാട് പദ്ധതികൾ ഉണ്ടായതുകൊണ്ടാ. ദൈവം നിങ്ങളെ ഉപയോഗിക്കേണ്ടതുകൊണ്ടാണ്. മറ്റൊരാൾ വിധിക്കുന്നു, കുഴപ്പമില്ല, അവർക്കറിയത്തില്ലല്ലോ നിങ്ങളെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി. പലപ്പോഴും പുറമേ നിന്ന് ആൾക്കാർ പറയും, നിങ്ങൾ ശരിയായില്ല, ഇത് ശരിയായില്ല എന്നൊക്കെ പറയും. നിങ്ങൾക്ക് അവരോട് സ്നേഹവും ദൈവത്തിന്റെ മുന്നിലാണ് നിങ്ങൾ തുറന്നത്. ദൈവമാണ് നിങ്ങളെ വിധിക്കുന്നത്. മനുഷ്യൻ വിധിക്കുന്ന വിധികളാൽ നമ്മൾ വിധിക്കപ്പെടുകയില്ല. അവന്റെ ഒപ്പീനിയൻ. അതുകൊണ്ട് ഞാൻ എന്നെപ്പറ്റി നല്ലതൊരാൾ പറഞ്ഞാലും മോശം പറഞ്ഞാലും രണ്ടിലും ഞാൻ വലുതായിട്ട് എടുക്കുന്നത്. നല്ലത് പറയും, മനുഷ്യന്റെ ഒപ്പീനിയൻ അങ്ങനെയാണ്. ഇന്ന് നല്ലത് പറയുന്ന ആള് നാളെ മോശം പറയും. അതങ്ങനെ, നാളെ അവര് തിരുത്തി പറയും. അതങ്ങനെയാണ് പൊതുജന അഭിപ്രായം. കറക്റ്റ് ചെയ്യുമ്പോഴല്ല, കറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. മറിച്ച് അങ്ങനെ അല്ലാതുള്ള, അതിന് പുറത്ത് നിൽക്കുന്നുള്ള ആരോപണങ്ങൾ, അതിനെ അധികം നമ്മൾ കാണേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ നല്ല മനസാക്ഷിയുള്ളവരായിരുന്നു കഴിഞ്ഞാൽ മനുഷ്യരുടെ മുന്നിലും നല്ല മനസാക്ഷിയുള്ളവരായിരിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ആദ്യം പ്രൈമറി വർക്ക്, ട്രൂ സ്പിരിച്വാലിറ്റിക്ക് പ്രൈമറി വർക്ക് ദൈവത്തിന്റെ സൈഡിൽ നിന്നുള്ളതാണ്. നമ്മൾ ദൈവത്തോട് എങ്ങനെ മനോഭാവമുള്ളവരായിരിക്കുന്നു, നമ്മൾ വീണ്ടും ജനിച്ചവരാണോ, ആത്മാവിന്റെ ശക്തിയെ ആശ്രയിക്കുന്നുണ്ടോ, ദൈവം തന്ന അതിവിശുദ്ധമായ ഫെയ്ത്തിനാലാണോ നമ്മൾ ജീവിക്കുന്നത്, ദൈവത്തിന്റെ വചനമാണോ എന്നെ നിയന്ത്രിക്കുന്നത്, വചനത്തിന്റെ കേൾവിയാലാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. ഒരാൾ വചനം കേൾക്കുക എന്നുള്ളതാണ് അയാളിൽ വീണ്ടും ജനം നടക്കേണ്ടതിനുള്ള വേറൊരു ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് പെട്ടെന്ന് സമയം ഒരുപാടായി, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ഈ രക്ഷയുടെ കാര്യത്തിലും സ്പിരിച്വൽ ഗ്രോത്തിന്റെ കാര്യത്തിലും എങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം. റോമാലേഖനം 10-ാം അധ്യായം 9 വാക്യം ഒന്ന് വായിക്കാവോ? യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. 2 കാര്യങ്ങളാണ് പറയുന്നത്. യേശുക്രിസ്തു ഇപ്പോൾ രക്ഷിക്കപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടാനായിട്ട് ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കപ്പെടുന്നു, സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. അതിന് ഈ 1-2 കാര്യങ്ങളും നടക്കുന്ന 2 കാര്യങ്ങളാണ് പറയുന്നത്. യേശുക്രിസ്തു കർത്താവ് എന്ന് വായാൽ ഏറ്റു പറയണം, അല്ലേ? ഹൃദയം കൊണ്ട് നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും
ചെയ്താൽ. ഇപ്പൊ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, ആന്തരികമായ ഒരു പ്രവൃത്തി അവനിൽ നടക്കുന്നുണ്ട്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത്. ഹൃദയം കൊണ്ട് ഒരാൾ വിശ്വസിക്കുന്നതിനകത്ത് വചനത്തിന്റെ കേൾവി, ഒരാൾ വചനം കേൾക്കുകയാണ്, കേൾക്കുമ്പോൾ തന്നെ ആ വചനത്തിലൂടെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസം ഉണ്ടാക്കുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയാണ്, ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കുന്നത്. ആ ഹൃദയത്തിൽ ഈ അതിവിശുദ്ധമായ ഫെയ്ത്ത് അയാൾ വരികയാണ്, പുറമേ നിന്ന് അയാൾ കേൾക്കുകയും ചെയ്യാണ്. ബാഹികമായി അയാൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു, ആന്തരികമായി ഒരു മാറ്റം അയാൾക്കുണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് ഇതുണ്ടാകുകയും ചെയ്യുന്നത്, വിശ്വാസം ഉണ്ടാകുന്നതും എല്ലാം. അപ്പോൾ രണ്ട് രീതിയിലാണ് നടക്കുന്നത്. അത് പുറമേൽ നിന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഉപദേശം കേൾക്കുമ്പോൾ, ഇനി രക്ഷിക്കപ്പെടുന്ന കാര്യം അവിടെ നിന്നിട്ട് നമ്മൾ സ്പിരിച്വൽ ഗ്രോത്തിന്റെ, സാങ്ക്ടിഫിക്കേഷന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, സാങ്ക്ടിഫിക്കേഷന്റെ കാര്യത്തിൽ എന്താണ് പറയുന്നത്? റോമാലേഖനം 8:11 വാക്യം ഇങ്ങനെ പറയുന്നു: യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നു, തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെ ജീവിപ്പിക്കും. ഓക്കെ, ഇത് ഉപദേശമാണ്. ഇത് അറിയാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാവുമോ? അയാളുടെ ഉള്ളിൽ ആത്മാവുണ്ടെന്ന് വെച്ചു ഇത് അറിയത്തില്ല, ഈ വചനം അറിയത്തില്ല. അപ്പോൾ വചനം അറിയത്തില്ലെങ്കിൽ അയാൾക്ക് അത് ബോധം വരുന്നില്ല, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ ഉണ്ട് എന്നുള്ള ബോധം ആക്കി വരുന്നില്ല. അപ്പോൾ വചനം വായിക്കുകയും ആ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയും അയാളിൽ സ്പിരിച്വൽ ഗ്രോത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വളർച്ച അവിടെ നടക്കുന്നതും അതിനകത്ത് ഞാൻ പുറമെ ഇത് തിരിച്ചറിയുന്നുണ്ട്, വചനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ഉപദേശം മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാവാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു പറയുന്നത്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങൾ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് നിങ്ങളെ മറ്റ് ശരീരങ്ങൾ ജീവിക്കും. ഇത് ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, ക്രിസ്തുയേശുവിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, യേശു മരിച്ചു കിടന്നപ്പോൾ യേശു ക്രിസ്തു എന്തെങ്കിലും ചെയ്തിട്ടാണോ താൻ ഉയർത്തെഴുന്നേറ്റ് കാണുന്നത്? അല്ല, പിതാവ് അവനെ ഉയർപ്പിച്ചു എന്നാ പറയുന്നത്. അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ മർത്യ ശരീരത്തിൽ നിന്ന് വരുന്ന എല്ലാത്തിനെയും ഒരു ഉയർപ്പിന്റെ ആത്മാവിനാൽ ദൈവത്തിന്റെ ആത്മാവ് ജീവിപ്പിക്കും. തന്റെ ആത്മാവ് ഉള്ളവൻ ഈ മർത്യ ശരീരങ്ങളെ നിന്ന്, അവന്റെ ശരീരത്തിന്റെ പ്രവൃത്തികളെ നിന്ന് ജീവിക്കും. ആത്മാവ് ഉള്ളവൻ ജീവിക്കും എന്നാ പറയുന്നത്. അപ്പൊ ആത്മാവ് ഉണ്ടോ? ആ വ്യക്തിയല്ല ഇനിഷ്യേറ്റീവ് എടുക്കുന്നേ. ആ വ്യക്തിയാണോ ഇനിഷ്യേറ്റീവ് എടുക്കുന്നേ? അല്ല. അപ്പൊ നമുക്ക് തോന്നി, അപ്പൊ നമ്മളൊന്നും ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ടേ എന്നുള്ള ചോദ്യമാണ്. ഈ ഉപദേശങ്ങൾ നമ്മളെ ഭൗതികമായ പുറമേയുള്ള ഒരു ദൈവിക ആശ്രയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നുണ്ട്. ഉപദേശം അതാ ചെയ്യുന്നത്, ദൈവികമായ ഒരു ആശ്രയത്തിലേക്ക് നമ്മളെ ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഹമ്പിളായി വരിക. അപ്പൊ ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ഒരൊറ്റ ഉദ്ദേശം, നമ്മൾ ഹമ്പിളായി അവന്റെ സന്നിധിയിൽ പോയി നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ വളരുകയും ചെയ്തുകൊണ്ടിരിക്കുക, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വളരുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ക്രിസ്തു ഈ മർത്യ ശരീരത്തിൽ ക്രിസ്തു എങ്ങനെയാണ്? എന്റെ മർത്യ ശരീരത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. യേശു ക്രിസ്തു ലിറ്ററലി മരിച്ചു കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മരിച്ച ശരീരത്തെയാണ് ജീവിപ്പിച്ചതുപോലെ, ഞാൻ മരണാവസ്ഥയിൽ കിടക്കുന്ന എന്റെ ശരീരത്തെ എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട് എങ്കിൽ അത് ജീവിപ്പിക്കും. അത് ഉറപ്പാ, 100% ഉറപ്പാ, അത് ജീവിപ്പിക്കും. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായും നിങ്ങൾ ക്രിസ്തുവിന്റെ ജീവനിൽ കൊണ്ടുവരും അത്. അപ്പോൾ അത് നടക്കുന്നതിനകത്ത് ഉപദേശത്തിന്റെ അറിവിനാൽ എനിക്ക് ലഭിക്കുന്ന ഒരു ആശ്രയവും കൂടെ ഉണ്ട്, അല്ലെ? അതാ ഉപദേശം നമ്മൾ കേൾക്കുന്നു, വചനം കേൾക്കുന്നു. ആ വചനം നമ്മളെ എന്ത് ചെയ്യുന്നു? ഹോളി സ്ക്രിപ്ചർ, ദൈവവചനം നമ്മളെ ദൈവത്തിന്റെ ആത്മാവിലേക്ക് ആശ്രയിപ്പിക്കുന്നു. ആത്മാവ് നമ്മളെ എന്ത് ചെയ്യുന്നു? ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇപ്പൊ ട്രൂ ഫെയ്ത്ത്, അതാണ് നമ്മൾ ആത്മാവിലേക്ക്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ആത്മാവിലേക്ക് ഒരാൾ ആശ്രയിക്കുന്നത്? ആത്മാവിലേക്ക് ഒരാൾ ആശ്രയിക്കുന്നതിനകത്തും ദൈവത്തിന്റെ യഥാർത്ഥമായ ദൈവം നമുക്ക് നൽകുന്ന വിശുദ്ധമായ ഫെയ്ത്തിൽ അത് ആശ്രയിക്കാൻ കഴിയത്തില്ല. അപ്പൊ നിങ്ങൾ ആശ്രയിക്കുന്നതിനകത്ത് ദൈവത്തിന്റെ ആശ്രയം, ദൈവം നിങ്ങൾക്ക് കൃപ ലഭിച്ചിട്ടാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്. വചനത്താൽ നിങ്ങൾ ഓരോ ദിവസവും ആശ്രയിക്കുന്നതിനകത്തും ദൈവം കൃപ തന്നിട്ടല്ല ആർക്കും ആശ്രയിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ വളരണം എന്നുള്ളത് ആവശ്യമാണ്, എന്നാൽ നിങ്ങളെ വളരുമാറാക്കുന്നത് ദൈവമാണ്. അപ്പോൾ നിങ്ങൾ വളരണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് തന്നത് തന്നെ ദൈവമാണ്, എന്നാൽ നിങ്ങൾക്ക് വളരണമെന്നുള്ള ആഗ്രഹം വേണം. ഇതെല്ലാം ദൈവത്താൽ നടക്കുന്നു, എന്നാൽ നിങ്ങൾ ഇതിനെയൊക്കെ വാഞ്ചിക്കുകയും വേണം. എന്നാൽ ആ വാഞ്ചന വരുന്നത് ദൈവത്തിന്റെ സൈഡിൽ നിന്നാണ്, ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾക്ക് ഒരു പ്രശംസിക്കാൻ ഒന്നുമില്ല, കാരണം നമ്മളെല്ലാം മരിച്ചവരായിരുന്നു,
നമ്മളെ ജീവിപ്പിക്കുന്നത് അവനാണ്. അപ്പോൾ എന്റെ സെൽഫില്ലാത്ത, ജഡമില്ലാത്ത, എന്റെ നീതിയല്ലാത്ത, എന്റെ ആത്മീയത കപടത സ്നേഹമോ കപട വിശ്വാസമോ കപട ആചാരമോ കപട ആരാധനയോ ഒന്നുമല്ലാത്ത പ്യുവറായിട്ടുള്ള, നമ്മുടെ ആരുടെയും സെൽഫില്ലാത്ത പ്യുവറായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള സെറ്റപ്പാർട്ട്, അതായത് എന്താ ചെയ്യുന്നത്, വേർതിരിക്കപ്പെട്ടൊരു ലൈഫാണ്. എന്റെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാത്ത, വേർപാടുള്ള, മനുഷ്യന്റെ ഒരു കൈ പോലും തൊട്ടിട്ടില്ലാത്ത, മനുഷ്യന്റെ ഒരു അധ്വാനത്തിന്റെ ബലം പോലും അല്ലാത്ത വിശുദ്ധമായ ലൈഫും വിശുദ്ധമായ ജീവിതമാണ് നമുക്ക് ക്രിസ്തുവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ ലഭിക്കുന്നത്. അതിനകത്ത് നമ്മുടെ കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്ന് അതിനെ മലിനമാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്, കപടഭക്തിക്കാരായാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊന്നും ദാനമായതുകൊണ്ട്, ഇത് മൊത്തം ദാനമായതുകൊണ്ട് ഞാൻ മറ്റുള്ളവരോട് ഈ സൗജന്യമായി ലഭിച്ചത് സൗജന്യമായത് തന്നെ കൊടുക്കാൻ, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ കരുണ കാണിക്കാൻ കഴിയാത്തത്? നമുക്ക് ഈ ബോധം ഇല്ലാത്തതുകൊണ്ടാണ്, ആത്മാവിന്റെ ബോധം നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആദ്യമേ തന്നെ എന്തുകൊണ്ട് ഗലാത്യ സഭയിൽ പൗലോസ് ഇത്രയും ആത്മീയരായിട്ടുള്ള മനുഷ്യരെടുത്ത് നിങ്ങൾ ക്രിസ്തു ഉരുവാകണമെന്ന് പറയുന്നത്? ക്രിസ്തുവിന്റെ ആത്മാവ് ഒരാളുണ്ട് എങ്കിൽ അവർക്ക് ഇതൊക്കെ കഴിയും എന്നുള്ളത്. അത് ആ ഗ്രോത്ത് അവരിൽ സംഭവിക്കും, ആ വളർച്ചയുടെ പ്രോഗ്രസ്സിലായിരിക്കും അവർ. അവരുടെ ബലഹീനത അവർ മനസ്സിലാക്കും. അവർ ഇത്രയേ ഉള്ളെന്ന് അവർ എല്ലാ നാളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അവര് ഓരോ ദിവസവും ദൈവത്തിന് മുന്നിൽ തകർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ കൃപ അവർ ചോദിക്കാൻ മടിയില്ലാത്തവരായിരിക്കും. മറ്റുള്ളവരൊരു കരുണ കാണിക്കാൻ മടിയില്ലാത്തവരായിരിക്കും. ക്ഷമിക്കാൻ മടിയില്ലാത്തവരായിരിക്കും. മടി കാണും ചിലപ്പോൾ, പക്ഷെ എന്നാലും ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ അവർക്കത് സ്വീകരിക്കാൻ കഴിയും. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. അപ്പൊ ആദ്യ വർക്ക് ദൈവത്തിന്റെ സൈഡിൽ നിന്ന് തന്നെയാണ്. അവസാന വർക്കും ഇടയിലുള്ള വർക്കും എല്ലാം ദൈവത്തിന്റെ സൈഡിൽ നിന്നാണ്. എല്ലാം മഹത്വമാനുള്ളതാണ്. സകലത്തിനും മഹത്വത്തിനും പുകഴ്ചിക്കാനും മാത്രമാണ് യോഗ്യൻ. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, നമ്മൾ വളരെ ബലഹീനരാണ്. എന്നാൽ ദൈവം നമ്മളെ സഹായിക്കാൻ ശക്തനും ബലവാനും കരുണ കാണിപ്പാൻ മനസ്സുള്ളവനുമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.